കൂട്ടുകാരെ, പ്ലസന്റ് ട്യൂട്ടോറിയൽസ് എന്ന ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് സിലബസിൽ 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 4ാമത്തെ പാഠമായ ഘർ, അതിന്റെ കുറച്ചു ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പഠിച്ചു. ആ കഥയുടെ അവസാന ഭാഗം ഇന്ന് പഠിക്കാം. അതിനു മുമ്പ് ഇത്തരം ക്ലാസ്സുകൾ നിരന്തരമായി ലഭിക്കുവാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗങ്ങൾ ഒരിക്കൽ കൂടി ഓർത്താലോ? ശ്രീ പ്രഭാത് കി കഹാനി ഹേ ഘർ. ഈ കഥ എവിടെയാണ് തുടങ്ങുന്നത്? യഹ് കഹാനി ചിപ്കിലി ഓർ ഗിർഗിറ്റ് കെ ബീച്ച് കി ബാത്ചീത് സേ ശുരു ഹോത്തി ഹേ. പല്ലിയും ഓന്തും തമ്മിലുള്ള സംഭാഷണത്തിലാണ് കഥ തുടങ്ങുന്നത്. ദി സ്റ്റോറി ബിഗിൻസ് വിത്ത് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ എ ലിസാർഡ് ആൻഡ് എ കമീലിയൻ. ചിപ്കലി ഫർഹാദ് के किराए के कमरे में आराम से जी रही थी. പല്ലി ഫർഹാദിന്റെ വാടക മുറിയിൽ സുഖമായി താമസിക്കുകയായിരുന്നു. ലിസാർഡ് വാസ് ലിവിംഗ് കംഫർട്ടബിളി ഇൻ ഫർഹാദ്സ് റെന്റഡ് റൂം. अब छिपकली फरहाद के नए घर में रहने के लिए जाने वाली है. ഇപ്പോൾ പല്ലി ഫർഹാദിന്റെ പുതിയ വീട്ടിലേക്ക് താമസിക്കുന്നതിനായി പോവുകയാണ്. Now the lizard is moving to Farhad's new house. छिपकली फरहाद के नए घर में पहुंची. उसके आने के पहले ही वहां मकड़ी, मक्खी, मच्छर, काली चींटी, ततैया जैसे जीव जंतु पहुंच चुके थे. പല്ലി ഫർഹാദിന്റെ പുതിയ വീട്ടിലെത്തി. പല്ലി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ചിലന്തി, ഈച്ച, കൊതുക്, കറുത്ത ഉറുമ്പ്, കടന്നൽ മുതലായ ജീവികൾ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ദി ലിസാർഡ് റീച്ച്ഡ് ഫർഹാദ്സ് ന്യൂ ഹൗസ്. Even before the lizard arrived there, spider, fly, mosquito, black ant, wasp, etc. had arrived there. उनकी बातचीत से स्पष्ट है कि फरहाद उन्हें नुकसान पहुंचाने वालों में नहीं है. നുക്സാൻ പഹുഞ്ചാന, ഉപദ്രവിക്കുക, ടു ഹാം. ഫർഹാദ് ആ ജീവികൾക്ക് ദോഷമൊന്നും വരുത്തുന്ന ആൾ അല്ല എന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാകുന്നു. It is clear from their conversation that Farhad is not a person who would do any harm to them. वे जीव जंतु फरहाद के उस घर में आराम से जी रहे हैं. ആ ജീവജന്തുക്കൾ ഫർഹാദിന്റെ പുതിയ വീട്ടിൽ സന്തോഷത്തോടെ ജീവിക്കുന്നു. Those creatures live happily in Farhad's house. मकड़ी और छिपकली को ततैया चाय के लिए भी बुलाती है. ചിലന്തിയെയും പല്ലിയെയും കടന്നൽ ചായക്കായി ക്ഷണിക്കുകയും ചെയ്യുന്നു. സ്പൈഡർ ആൻഡ് ലിസാർഡ് ആർ ആൾസോ ഇൻവൈറ്റഡ് ബൈ വാസ് ഫോർ ടീ. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചത്. സോ ഫാർ വി ഹാവ് ലേൺ ഇൻ പ്രീവിയസ് ക്ലാസ്സസ്. ഇനി നമുക്ക് തുടർന്നുള്ള ഭാഗം നോക്കാം. चाय के बाद अपने अपने ठिकानों की ओर रुख करने से पहले मकड़ी, छिपकली और ततैया ने एक दूसरे को अपने अपने पते बताए. ठिकाना वासस्थलम, रेसिडेंस डेस्टिनेशन, रुख करना तिरियुക, टू टर्न टुवर्ड्स, പത്ത മേൽവിലാസം അഡ്രസ്. ചായയ്ക്ക് ശേഷം അവരവരുടെ താമസ സ്ഥലത്തേക്ക് തിരിയുന്നതിനു മുമ്പ് ചിലന്തിയും പല്ലിയും കടന്നലും അവരവരുടെ മേൽവിലാസം പറഞ്ഞു. ആഫ്റ്റർ ടീ ദി സ്പൈഡർ, ദി ലിസാർഡ് ആൻഡ് ദി വാസ്പ് സ്പോക്ക് their addresses before turning to their respective destinations. देर रात श्रीमान फरहाद आए. उन्होंने 2 कमरे, किचन और वरांदे वाले अपने नए मकान में हर जगह की लाइट जलाई. जगह സ്ഥലം, പ്ലേസ്, ജലാന കത്തിക്കുക, ടു ലൈറ്റ്. രാത്രി വൈകി ശ്രീമാൻ ഫർഹാദ് വന്നു. 2 മുറികളും അടുക്കളയും വരാന്തയുമുള്ള തന്റെ പുതിയ വീട്ടിലെ എല്ലാ സ്ഥലത്തും അദ്ദേഹം ലൈറ്റ് കത്തിച്ചു. മിസ്റ്റർ ഫർഹാദ് came late at night. He lit the light everywhere in his new house of 2 rooms, kitchen and veranda. खाना बनाकर खाया, पानी पिया, मच्छरदानी लगाई और लाइटें बुझाकर सो गए. മച്ചർദാനി കൊതുകുവല, മോസ്കിറ്റോ നെറ്റ്, ബുചാന അണയ്ക്കുക, ടു പുട്ട് ഔട്ട്. ഫർഹാദ് രാത്രി വീട്ടിൽ വന്ന് ആഹാരം ഉണ്ടാക്കി കഴിച്ചു, വെള്ളം കുടിച്ചു, കൊതുകുവല ഇട്ട് ലൈറ്റ് അണച്ച് ഉറങ്ങി. ഫർഹാദ് came home at night, cooked food and drank water, put the mosquito net, turned off the light and slept. सोते ही उन्हें सपने आना शुरू हो जाता है. സോന ഉറങ്ങുക, ടു സ്ലീപ്. സപ്ന സ്വപ്നം, ഡ്രീം. ശുരു ഹോന തുടങ്ങുക, ടു ബിഗിൻ.
ഉറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. As soon as he fell asleep, he started having dreams. उनके सपने में चल रहा था कि बुखारी में रखी पुरानी मटकी के पास छिपकली ने अंडे दिए हैं. बुखारी धान्यपुरा, स्मॉल रूम फॉर स्टोरिंग फूड ग्रेन्स, ग्रानरी. പുരാനി പഴയ, ഓൾഡ്. മട്കി ചെറിയ മൺകലം, സ്മോൾ എർത്തൻ പോട്ട്. അണ്ട മുട്ട, എഗ്. ധാന്യപുരയിൽ വെച്ചിട്ടുള്ള പഴയ മൺകലത്തിനരികിൽ പല്ലി മുട്ടകൾ ഇട്ടിട്ടുള്ളതായി അദ്ദേഹം സ്വപ്നം കാണുകയാണ്. In the dream, he was seeing that near the old earthen pot kept in the granary, the lizard had laid eggs. ഫർഹാദ് തുടർന്ന് സ്വപ്നത്തിൽ എന്താണ് കാണുന്നത്? कमरों के पीछे गैलरी के कोने में मकड़ी ने बहुत बड़ा जाला तैयार कर लिया है, जिसमें कुछ मक्खियां सुखाई हुई है. कोना മൂല, കോർണർ. ജാല ചിലന്തി വല, സ്പൈഡർ വെബ്. സുഖാന ഉണക്കുക, ടു മേക്ക് ഡ്രൈ. മുറികൾക്ക് പിന്നിൽ ഇടനാഴിയുടെ മൂലയ്ക്കായി ചിലന്തി വലിയ വല കെട്ടിയിരിക്കുന്നു. അതിൽ കുറച്ച് ഈച്ചകൾ അകപ്പെട്ട് ഉണങ്ങിയിരിക്കുന്നു. A large spider web is tied at the corner of the corridor which is behind the rooms. फरहाद उस जाले का फोटो क्लिक कर रहे हैं. वे बहुत खुश है कि नए घर में उनका परिवार बच रहा है और सभी खुश है. खुश സന്തോഷമുള്ള, ഹാപ്പി. പരിവാർ കുടുംബം, ഫാമിലി. ബച്ന വർദ്ധിക്കുക, ടു ഇൻക്രീസ്. സ്വപ്നത്തിൽ ഫർഹാദ് ആ വലയുടെ ഫോട്ടോ എടുക്കുന്നതായി കാണുകയാണ്. പുതിയ വീട്ടിൽ അംഗങ്ങൾ കൂടുന്നതായും എല്ലാവരും സന്തോഷത്തിലാണെന്നും തോന്നിയപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇൻ ദി ഡ്രീം ഫർഹാദ് ഈസ് ടേക്കിംഗ് ദി ഫോട്ടോഗ്രാഫ് ഓഫ് ദി സ്പൈഡർ വെബ്. He was also very happy when he saw that the number of members in the new house was increasing and everyone was happy. वे सपने देखते देखते ही जाग जाते हैं. सुबह जागे, पलंग के नीचे रखी चप्पलों में पैर दिए तो उन्हें गुदगुदी हुई. जागना ഉണരുക, ടു വേക്കപ്പ്. സുബഹ് പ്രഭാതം, മോർണിംഗ്. പലങ് കിടക്ക, ബെഡ്. ചപ്പൽ ചെരുപ്പ്, സാൻഡൽ. പയർ കാല്, ഫുഡ്. ഗുദ്ഗുദി ഇക്കിളി, ടിക്ലി. സ്വപ്നം കണ്ട് കണ്ട് ഫർഹാദ് ഉണരുന്നു. രാവിലെ എഴുന്നേറ്റ് കിടക്കയ്ക്ക് താഴെ വെച്ചിരുന്ന ചെരുപ്പിൽ കാൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഇക്കിളി അനുഭവപ്പെട്ടു. ഫർഹാദ് wakes up from that dream. In the morning he felt a tickling sensation when he put his foot on the sandal under his bed. എന്താവും അത്തരത്തിൽ ഇക്കിളി തോന്നാനുള്ള കാരണം? നമുക്ക് നോക്കാം. उन्होंने देखा कि 3 नन्ही मेढकियां चप्पल पर एक दूसरे से सटी बैठी है. नन्ही ചെറിയ, ലിറ്റിൽ. മേഢക്കി തവള, ഫ്രോഗ്. സഡ്ന പറ്റിച്ചേരുക, ടു സ്റ്റിക്ക്. ചെരുപ്പിൽ 3 ചെറിയ തവളകൾ പരസ്പരം പറ്റിച്ചേർന്നിരിക്കുന്നത് അദ്ദേഹം കണ്ടു. He saw 3 small frogs stuck to each other in the sandal. उन्होंने चप्पल को आहिस्ते से उठाया. तीनों मेढकियों को दूसरे हाथ की हथेली पर ले लिया. आहिस्ता സാവധാനം, സ്ലോലി. ഉഠാന എടുക്കുക, ടു ടേക്ക് അപ്പ്. ഹഥേലി ഉള്ളങ്കൈ, പാം ഓഫ് ദി ഹാൻഡ്. അദ്ദേഹം ചെറിയ തവളകൾ ഇരുന്ന ചെരുപ്പ് മെല്ലെ എടുത്തു. 3 കുട്ടി തവളകളെയും മറ്റേ കൈയുടെ ഉള്ളിൽ ആക്കി. He gently took off the sandal on which the little frogs were sitting. Then he put the 3 baby frogs inside the other hand. उनकी हथेली पर वे किसी 3 पंखुड़ियों वाले हरे फूल की तरह लग रही थी. पंखुड़ी इदൾ, പെറ്റൽ. ഹര പച്ച നിറമായ, ഗ്രീൻ. അദ്ദേഹത്തിന്റെ ഉള്ളംകൈയിൽ ആ 3 കുഞ്ഞു തവളകൾ 3 ഇതളുകളുള്ള പച്ച പൂ പോലെ തോന്നുന്നുണ്ടായിരുന്നു. In his palm, those 3 baby frogs looked like a green flower with 3 petals. वे कुछ देर उन्हें हथेली पर लिए लिए बाहर हवा में टहलने लगे. टहलना ഉലാത്തുക, ടു സ്ട്രോൾ, ടു walk slowly. ആ തവളക്കുട്ടികളെ ഉള്ളംകൈയിലെടുത്ത് അല്പനേരം വെളിയിൽ കാറ്റത്ത് ഉലാത്താൻ തുടങ്ങി. He took the little frogs in his palm and started walking outside in the wind for a while. वे तब तक टहलते रहे जब तक कि वे तीनों एक एक कर कूद न गई. കൂദ്ന ചാടുക, ടു ജംപ്. ആ 3 കുഞ്ഞു തവളകൾ കയ്യിൽ നിന്ന് ചാടി പോകുന്നതുവരെ അദ്ദേഹം നടന്നുകൊണ്ടിരുന്നു. He kept walking until the 3 baby frogs jumped out of his hand.
जब वे घर में खेलने लगी वे आईने के सामने खड़े होकर मुस्कुराने लगे। तभी उन्हें आईने में छिपकली दिखी। आईना കണ്ണാടി, മിറർ, മുസ്കുരാന പുഞ്ചിരിക്കുക, ടു സ്മൈൽ. ആ തവളകൾ വീട്ടിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഫർഹാദ് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി. അന്നേരം അദ്ദേഹം കണ്ണാടിയിലൂടെ പല്ലിയെ കണ്ടു. When the frog started playing in the house, Farhad started smiling from the front of the mirror. Then he saw the lizard through the mirror. नए घर में उन दोनों की पहली मुलाकात थी. पहली ആദ്യത്തെ, ഫസ്റ്റ്, മുലാഖാത്ത് കൂടിക്കാഴ്ച, മീറ്റിംഗ്. അത് പുതിയ വീട്ടിലെ ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. ഇറ്റ് വാസ് ദയർ ഫസ്റ്റ് മീറ്റിംഗ് ഇൻ ദി ന്യൂ ഹൗസ്. നമുക്കിനി ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. उन्होंने चप्पल को आहिस्ते से उठाया. तीनों मेढकियों को दूसरे हाथ की हथेली पर ले लिया. यहाँ फरहाद के किस मनोभाव का परिचय मिलता है? फरहाद दूसरे प्राणियों पर दया रखने वाला है. वह किसी का भी नुकसान नहीं करना चाहता है. वाक्य को आगे बढ़ाए. फरहाद टहलने निकला. फरहाद टहलने निकला. फरहाद बाहर टहलने निकला. फरहाद बाहर हवा में टहलने निकला. फरहाद सुबह बाहर हवा में टहलने निकला. നമുക്ക് പാഠപുസ്തകത്തിലെ മറ്റൊരു ചോദ്യം നോക്കാം. रेखांकित शब्दों पर ध्यान दे. क्रिया के साथ उन शब्दों का संबंध पहचाने. गिरगिट ने रंग बदलते हुए कहा. ഓന്ത് നിറം മാറിക്കൊണ്ട് പറഞ്ഞു. ദി കമേലിയൻ സെഡ് വിത്ത് എ ചേഞ്ച് ഓഫ് കളർ. गिरगिट ने कैसे कहा? रंग बदलते हुए कहा. ഇവിടെ രംഗ് ബദൽത്തെ ഹുയെ എന്നത് കഹ എന്ന ക്രിയയെ വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് രംഗ് ബദൽത്തെ ഹുയെ എന്നത് ക്രിയാവിശേഷണം ആകുന്നു. ഹിയർ രംഗ് ബദൽത്തെ ഹുയെ ഡിസ്ക്രൈബ്സ് ദി വെർബ് കഹ. സോ രംഗ് ബദൽത്തെ ഹുയെ ഈസ് ആൻ അഡ്വർബ്. ഇതുപോലെ തന്നെയാണ് ഇനിയും പറയുന്ന വാക്യങ്ങളിലും. ദി സെയിം ഈസ് ട്രൂ ഇൻ ദി ഫോളോയിങ് സെന്റൻസസ്. फरहाद ने चप्पल को आहिस्ते से उठाया. आहिस्ते से क्रिया विशेषण. छिपकली ने चारों ओर नजर घुमाकर देखा. चारों ओर नजर घुमाकर क्रिया विशेषण. ഫർഹാദ് के चरित्र पर टिप्पणी लिखे. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഇതിന്റെ ഉത്തരം എഴുതി നോക്കാം. घर कहानी का प्रमुख पात्र है फरहाद. उसके नए घर में रहने के लिए कुछ जीव जंतु आ जाते हैं क्योंकि वे जानते हैं कि फरहाद उन्हें नुकसान पहुंचाने वालों में नहीं है. ഖർ എന്ന കഥയിലെ പ്രമുഖ കഥാപാത്രമാണ് ഫർഹാദ്. അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ താമസിക്കാനായി കുറച്ച് ജീവികൾ വരുന്നു. കാരണം ഫർഹാദ് അവർക്ക് യാതൊരു ദോഷവും വരുത്തില്ലെന്ന് അവർക്കറിയാം. ഫർഹാദ് ഈസ് ദി മെയിൻ ക്യാരക്ടർ ഓഫ് ദി സ്റ്റോറി ഖർ. എ ഫ്യൂ ക്രിയേച്ചേഴ്സ് കം ടു ലിവ് ഇൻ ഹിസ് ന്യൂ ഹൗസ് बिकॉज दे नो फरहाद विल डू them no harm. छिपकली कहती भी है कि फरहाद बहुत ही भला आदमी है. वह छिपकलियों के पीछे झाड़ू लेकर पड़ा दिखने वाला नहीं है. ഫർഹാദ് വളരെ നല്ല ആളാണെന്ന് പല്ലി പറയുന്നുമുണ്ട്. അദ്ദേഹം പല്ലികളുടെ പുറകിൽ ചൂലുമായി നടക്കുന്ന ആളല്ല. Lizard says that Farhad is a very good person. He is not someone who walks behind lizards with a broom. अपनी छोटी दुनिया से फरहाद खुश है. उसकी इस खुशी का अनुभव वहां के दूसरे जीव जंतु भी करते हैं. തന്റെ ചെറിയ ലോകത്ത് ഫർഹാദ് സന്തുഷ്ടനാണ്. അദ്ദേഹത്തിന്റെ ഈ സന്തോഷം അവിടുത്തെ മറ്റു ജീവികളും അനുഭവിക്കുന്നു. ഫർഹാദ് ഈസ് ഹാപ്പി ഇൻ ഹിസ് ലിറ്റിൽ വേൾഡ്. Other living beings there also experience this happiness. फरहाद दूसरे प्राणियों पर दया और प्यार रखने वाला है. तभी तो अपनी चप्पल से नन्ही मेढकियों को हथेली पर ले लेता है. മറ്റു ജീവജന്തുക്കളോട് ദയയും സ്നേഹവും പുലർത്തുന്ന ആളാണ് ഫർഹാദ്. അതുകൊണ്ടാണ് ചെരുപ്പിൽ നിന്നും കുഞ്ചു തവളകളെ തന്റെ കയ്യിൽ എടുക്കുന്നത്. ഫർഹാദ് ഈസ് കൈൻഡ് ആൻഡ് ലവിംഗ് ടുവേർഡ്സ് അതർ ലിവിംഗ് ബീയിങ്സ്. That is why he takes the baby frogs from the sandal to his hand. फरहाद आलसी नहीं है. वह अपना नया घर बनाता है. अपना खाना स्वयं बनाता है. रात को घर आने पर थोड़ा समय मिलता है तो पुस्तक उठाकर पढ़ने लगता है. ഫർഹാദ് അലസനല്ല. അദ്ദേഹം പുതിയ വീട് നിർമ്മിക്കുന്നു. തനിക്കുള്ള ആഹാരം സ്വയം ഉണ്ടാക്കുന്നു. രാത്രിയിൽ വീട്ടിലെത്തുന്ന അദ്ദേഹം അല്പം സമയം കിട്ടിയാൽ പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങും.
Farhad is not lazy. He builds his own new house, cooks his own food. If he gets some time when he comes home at night, he picks up a book and starts reading. इस तरह फरहाद के चरित्र के माध्यम से कहानीकार बताना चाहते हैं कि प्रकृति में हर प्राणी का विशेष स्थान है. ഇങ്ങനെ ഓരോ ജീവിക്കും പ്രകൃതിയിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഫർഹാദ് എന്ന കഥാപാത്രത്തിലൂടെ കഥാകൃത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇൻ ദിസ് വേ, ത്രൂ ദി ക്യാരക്ടർ ഓഫ് ഫർഹാദ്, ദി സ്റ്റോറി ടെല്ലർ വാണ്ട്സ് ടു ടെൽ ദാറ്റ് എവറി ക്രിയേച്ചർ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ നേച്ചർ. നമുക്കിനി മറ്റൊരു ചോദ്യം നോക്കാം. പ്രകൃതി സബ്കാ ഘർ ഹേ, ലഘു ലേഖ് തയ്യാർ കരേ. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതി നോക്കാം. हमें खुशी से रखने की जगह है घर. प्रकृति भी इससे भिन्न नहीं है. समस्त जीव जंतुओं तथा पेड़ पौधों को आराम से रखने की जगह है प्रकृति. इसलिए कहा गया है प्रकृति सबका घर है. നമുക്ക് സന്തോഷത്തോടെ താമസിക്കാനുള്ള സ്ഥലമാണ് വീട്. പ്രകൃതിയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. എല്ലാ ജീവജാലങ്ങൾക്കും ചെടികൾക്കും മരങ്ങൾക്കുമെല്ലാം സുഖമായി താമസിക്കാനുള്ള സ്ഥലമാണ് പ്രകൃതി. അതുകൊണ്ടാണ് പ്രകൃതി എല്ലാവരുടെയും വീട് എന്ന് പറയുന്നത്. ഹോം ഈസ് ദി പ്ലേസ് വെയർ വി ലിവ് ഹാപ്പിലി. ദി നേച്ചർ ഈസ് നോട്ട് ഡിഫറെന്റ് ഫ്രം ദിസ്. നേച്ചർ ഈസ് ദി പ്ലേസ് വെയർ all living beings and plants live comfortably. That is why it is said nature is everyone's home. प्रकृति अपनी जैव विविधता से संपन्न है, लेकिन मानव प्रकृति का शोषण निरंतर करता रहता है. इससे मनुष्य सहित सभी जीव जंतु एवं पेड़ पौधे खतरे में पड़ जाते हैं. मनुष्य की स्वार्थता से प्रकृति का भारी नुकसान होता है. പ്രകൃതി അതിന്റെ ജൈവ വൈവിധ്യത്താൽ സമ്പന്നമാണ്. എന്നാൽ മനുഷ്യൻ പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്യുന്നു. ഇതുകാരണം മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും സസ്യങ്ങളും അപകടത്തിലാകുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത പ്രകൃതിക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നു. നേച്ചർ ഈസ് റിച്ച് ഇൻ ഇറ്റ്സ് ബയോഡൈവേഴ്സിറ്റി, ബട്ട് മാൻ ഈസ് കോൺസ്റ്റന്റ്ലി എക്സ്പ്ലോയിറ്റിംഗ് നേച്ചർ. Because of this, all living things and plants, including man, are in danger. Man's selfishness causes great loss to nature. एक घर में रहने वाले आपस में प्यार करते हैं और परस्पर सहायता करते हैं. वे कभी एक दूसरे का नुकसान नहीं करता है. उसी प्रकार प्रकृति रूपी घर में रहने वाले सभी के साथ हमें प्यार भरा व्यवहार करना है और किसी का नुकसान नहीं करना है. ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. അവർ ഒരിക്കലും പരസ്പരം ഉപദ്രവിക്കില്ല. ഇങ്ങനെ പ്രകൃതിയാകുന്ന ഭവനത്തിൽ താമസിക്കുന്ന എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറണം. ആരെയും ഉപദ്രവിക്കരുത്. People living in a house love and help each other. They never harm each other. Similarly, we have to treat everyone living in the house of nature with love and not harm anyone. इस तरह प्रकृति का संरक्षण करना हमारा कर्तव्य है. ഈ രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇൻ ദിസ് വേ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് നേച്ചർ. ഇനി നമുക്ക് ഈ പാഠത്തിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. छिपकली फरहाद के नए घर में पहुंची. छिपकली की उस दिन की डायरी कल्पना करके लिखे. അന്നത്തെ ദിവസത്തെ പ്രധാന കാര്യങ്ങൾ ഉൾപ്പെടുത്തി വല്ലി സ്വയം എഴുതുന്ന രീതിയിൽ വേണം ഡയറി എഴുതാൻ. തീയതി വെക്കാനും മറക്കരുതേ. You should write the diary in the way that the Lisa writes itself, including the important matters of the day. Don't forget to include the date. 8 मई 2024 बुधवार. आज मैं फरहाद के नए घर में पहुंची. अब तक मैं उसके किराए के कमरे में देखा था. उस कमरे को छोड़ने का दुख मुझे था, साथ ही नए घर में जाने की खुशी भी. फरहाद कितना अच्छा आदमी है. ഇന്ന് ഞാൻ ഫർഹാദിന്റെ പുതിയ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ വാടകമുറി ഒഴിയുന്നതിന്റെ ദുഃഖം എനിക്കുണ്ടായിരുന്നു. ഒപ്പം പുതിയ വീട്ടിലേക്ക് മാറുന്നതിന്റെ സന്തോഷവും. ഫർഹാദ് എത്ര നല്ല മനുഷ്യനാണ്. ടുഡേ ഐ അറൈവ്ഡ് അറ്റ് ഫർഹാദ്സ് ന്യൂ ഹൗസ്. ഐ വാസ് സാഡ് ടു വെക്കേറ്റ് ഹിസ് rented room, but happy to move to his new house. What a good man फरहाद is. रास्ते में मैं गिरगिट से मिली थी. उसको बता दिया कि मैं शांतिदास के घर में
एक सप्ताह भी न रह सकी। गिरगिट मेरे दुख को समझ सका। उसने एक दिन मेरे घर आने का वादा भी किया. വഴിയിൽ വെച്ച് ഞാൻ ഓന്തിനെ കണ്ടുമുട്ടി. ശാന്തിദാസിന്റെ വീട്ടിൽ ഒരാഴ്ച പോലും താമസിക്കാൻ കഴിഞ്ഞില്ലെന്ന് ഞാൻ അതിനോട് പറഞ്ഞു. ഓന്തിന് എന്റെ ദുഃഖം മനസ്സിലായി. ഒരു ദിവസം എന്റെ വീട്ടിൽ വരാമെന്നും അവൻ വാക്കു തന്നു. I met Chameleon on the way. I told him that I could not stay in Shantidas' house even for a week. Chameleon understood my sadness. He promised to come to my house one day. फरहाद के नए घर में और भी कई जीव जंतु है, जैसे मकड़ी, मक्खी, मच्छर, काली चींटी, ततैया आदि. वे मुझसे पहले ही वहां पहुंच गए थे. ചിലന്തി, ഈച്ച, കൊതുക്, കറുത്ത ഉറുമ്പ്, കടന്നൽ തുടങ്ങിയ നിരവധി ജീവികൾ ഫർഹാദിന്റെ പുതിയ വീട്ടിലുണ്ട്. എനിക്ക് മുമ്പേ തന്നെ അവർ അവിടെ എത്തിയിരുന്നു. There are many other creatures in Farhad's new house like spider, fly, mosquito, black ant, wasp, etc. They had reached there before me. आज रात को मैं फरहाद से मिली. वे आईने के सामने खड़े होकर मुस्कुरा रहे थे. आज से मैं आराम से यही रहूंगी. ഇന്ന് രാത്രി ഞാൻ ഫർഹാദിനെ കണ്ടു. അദ്ദേഹം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഞാൻ ഇവിടെ സുഖമായി താമസിക്കും. I met Farhad tonight. He was standing in front of the mirror and smiling. From today onwards I will stay here comfortably. കൂട്ടുകാരെ, ഖർ എന്ന ഈ പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. പാഠഭാഗം നന്നായി വായിക്കണേ. അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. പാഠങ്ങൾ തുടർച്ചയായി ലഭിക്കുവാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ധന്യവാദ്.